The volumes of two spheres are in the ratio 27:64. What is the ratio of their radii and the ratio of their surface areas? രണ്ട് ഗോളങ്ങളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം 27:64 ആണ്. അവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണ്? ഉപരിതല പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം. അപ്പൊ ഇവിടെ വോളിയം തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുണ്ട്. വോളിയത്തിന്റെ റേഷ്യോ അഥവാ വ്യാപ്തത്തിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എഴുതാം. V1:V2. ഒന്നാമത്തേന്റെ വോളിയത്തിനെ V1 എന്നും രണ്ടാമത്തേന്റെ വോളിയത്തിനെ V2 എന്നും എഴുതും. റേഷ്യോനെ നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ V1:V2 എന്ന് പറഞ്ഞാൽ V1/V2. ഇനി അത് നമുക്ക് തന്നിട്ടുണ്ട് 27/64 ആണ്. V1 വോളിയം കാണാനുള്ള ഇക്വേഷൻ സ്ഫിയറിന്റെ വോളിയാണ്. എന്താണ് സ്ഫിയറിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? 4/3πr³. ഓക്കെ, 4/3πr³/4/3πr³. ഒന്നാമത്തതാണ് മേലത്തത്. എല്ലാം ഒന്നിച്ച് വെട്ടിക്കളയത് കേട്ടോ. ഇവിടെ R1 ആണെന്നുണ്ടെങ്കിൽ R2 എന്ന് കൊടുക്കാം നമുക്ക്. ഒന്നാമത്തെ വോളിയം 4/3πr₁³ 4/3πr². അത് 27/64. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള നമുക്ക് വെട്ടിക്കളയാം. 4/3 വെട്ടിപ്പോവും, പൈയും വെട്ടിപ്പോവും. അപ്പൊ R1³/R2³ = 27/64. ഓക്കെ, ഇനി ഇവിടെ ക്യൂബാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ 27നെയും 64നെയും ക്യൂബ് ആക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. 27 എന്ന് പറയുന്നത് എന്തിന്റെ ക്യൂബാണ്? ഏത് സംഖ്യനെ 3 പ്രാവശ്യം ഗുണിച്ചാലാണ് 27 കിട്ടുക? 3നെ 3 പ്രാവശ്യം ഗുണിച്ചാൽ 27 കിട്ടും. അതേപോലെ 4നെ 3 പ്രാവശ്യം ഗുണിച്ചാൽ 64 കിട്ടും. അതായത് 3 × 3 × 3 ചെയ്താൽ 27 കിട്ടും. 3 × 3 9, 9 × 3 27. അതേപോലെ തന്നെ 4 × 4 16 കിട്ടും. ആ 16നെ വീണ്ടും ഒരു 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 64 കിട്ടും. അപ്പൊ 3ന്റെ ക്യൂബാണ് 27, 4ന്റെ ക്യൂബാണ് 64. അപ്പൊ R1/R2³ = 3/3³ ഇവിടെയും ക്യൂബ് കോമൺ ആണല്ലോ. അപ്പൊ 3/4³ എന്ന് എടുക്കാം. സോറി, ഇവിടെ സ്ക്വയർ എന്നാണ് എഴുതിയിരിക്കുന്നത്, സ്ക്വയർ അല്ല, ക്യൂബ് കേട്ടോ. R1/R2³ = 3/4³. അപ്പൊ ക്യൂബും ക്യൂബ് എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ഓക്കെ, നമ്പർ എഴുതിയപ്പോൾ മാറിപ്പോയ 2 അല്ല, ഇതിന്റെ ബാക്കി തന്നെയാണ് കേട്ടോ. ഇവിടെ 3 ആണ്, അപ്പൊ ഇവിടെയും 3 ആണ്. 3യും 3യും ക്യാൻസൽ ആയി പോകും. അപ്പൊ R1/R2 = 3/4. അപ്പൊ റേഷ്യോ ആയി. എന്തിന്റെ റേഷ്യോ? ആരങ്ങളുടെ റേഷ്യോ ആയി. R1 അംശബന്ധം R2. R1:R2 = 3:4. അപ്പൊ റേഡിയസിന്റെ റേഷ്യോ കിട്ടി. ഇനി സർഫസ് ഏരിയകളുടെ റേഷ്യോ ആണ് കാണേണ്ടത്, അഥവാ ഉപരിതല പരപ്പളവുകൾ S1/S2. 4πr1². 4πr² ആണ് എന്ത്? സർഫസ് ഏരിയ. അപ്പൊ 4πr1²/4πr2². 4π എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. then R1²/R2². R1 എന്ന് പറഞ്ഞാൽ 3 ആണ്, R2 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 3²/4². 3ന്റെ സ്ക്വയർ 9 കിട്ടും, 4ന്റെ സ്ക്വയർ 16. അപ്പൊ 9:16. അതാണ് സർഫസ് ഏരിയകൾ തമ്മിലുള്ള അംശബന്ധം. ഓക്കെ.